നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു പാവക്കക്കറിയാണ് ഉണ്ടാക്കുന്നത്. മല്ലിയും മുളകും തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് നല്ലൊരു പാവക്കത്തീയല്. പാവക്ക നല്ല കയ്പ്പാണ്, എന്നാലും ആ കയ്പ്പൊക്കെ ഒന്ന് കുറച്ചിട്ട് എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ പാവക്കക്കറി തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. തീയലിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാവക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ള പാവക്കയാണ് എടുത്തിട്ടുള്ളത്, ഒരുപാട് പച്ച നിറമുള്ള പാവക്കയല്ല. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് എടുത്തു കളയാം. എന്നിട്ട് കനം കുറഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതൊരു 325 ഗ്രാം ഉണ്ട്. ഇനി ഇതിന്റെ കയ്പൊന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ടിട്ടൊന്ന് തിരുമ്മി വെക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതേപോലെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട്. കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. നല്ലോണം ഒന്ന് കുതിർന്ന് വരട്ടെ. ഇനി ഇതിനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ മുഴുവൻ വലിയ മുളകും ഉപയോഗിച്ചിട്ടുള്ള തീയലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു 6 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. തേങ്ങ ചിരകിയതിന് ശേഷം മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒറ്റ തവണ മാത്രം ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഒരേപോലെ കിട്ടും. അപ്പൊ എല്ലാം ഒരേ സമയത്ത് തന്നെ ഒരുപോലെ മൂത്ത് വന്നോളും. ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി മുറിച്ചതും ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കരിഞ്ഞു പോകാതെ വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ചേർക്കണമെന്നൊന്നുമില്ല, എന്നാലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മല്ലി മുളകും എല്ലാം കറിക്ക് എടുക്കുന്നതെങ്കിൽ, പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ എരിവുള്ള നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി പെട്ടെന്ന് കരിഞ്ഞു പോയി, തേങ്ങ നല്ല ചൂടല്ലേ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി പരന്നൊരു പാത്രത്തിലേക്ക് തേങ്ങ കരിഞ്ഞാകാതെ മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ ഉപ്പ് തിരുമ്മി വെച്ചിരുന്ന പാവക്കയാണ്. അതിന് വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇപ്പൊ പാവക്കേന്റെ കയ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകുക, നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചത് കൊണ്ട് തന്നെ. ഇതിലും കൂടുതലായിട്ട് കയ്പ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തോരനൊക്കെ കൊത്തിയരിയില്ല, അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പാവക്ക കൊത്തിയരിയ. എന്നിട്ട് ഇതേപോലെ ഉപ്പ് തിരുമ്മി വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തി ഞെരടി പിഴിഞ്ഞ് കളയാണെങ്കിൽ കയ്പ് നന്നായിട്ട് പോയി കിട്ടും. ഇനി കയ്പ് പോകണ്ടെന്നാണെങ്കിൽ പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ തന്നെ തീയൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കാം. ഇതൊരു 1/4 കപ്പ് തേങ്ങാക്കൊത്തുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വെള്ളം പിഴിഞ്ഞ് മാറ്റി വെച്ചിരുന്ന പാവക്ക ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു 20 എണ്ണമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ പാവക്ക പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കാം. പാവക്ക എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. അപ്പോൾ കയ്പ് ഒന്നും കൂടി ഒന്ന് കുറഞ്ഞു കിട്ടിക്കോളും. പാവക്കയൊക്കെ നന്നായിട്ടൊന്ന് വാടി നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പൊടി ചേർത്തിട്ട് ഒരു 2 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കുക. അപ്പോഴേക്കും അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന തേങ്ങ കൊത്തില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല പുളി, അത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് അമർത്തി പിഴിഞ്ഞ് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു അരിപ്പേ കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കരടൊന്നും വീഴാത്ത രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പുളി നോക്കിയിട്ട് വേണം ഒഴിക്കാൻ, ഒരുപാട് കൂടി പോകരുത്. ഇപ്പൊ വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ബാക്കി വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ നെല്ലിക്ക വലുപ്പത്തിലുള്ള 10 ഗ്രാം പുളി മുഴുവനും പിഴിഞ്ഞൊഴിക്കുകയാണ്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഒഴിക്കുന്നത്. മൊത്തത്തിലൊരു 1 കപ്പ് പുളിവെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് പാവക്ക നന്നായിട്ടൊന്നും കൂടി ഒന്ന് വെന്ത് വരട്ടെ, തിളച്ചു വരട്ടെ. ഈ പുളിയും കൂടെ പിടിച്ചു കഴിയുമ്പോഴേക്കും കയ്പ് നന്നായിട്ട് തന്നെ കുറഞ്ഞു കിട്ടിക്കോളും. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 2 ടീസ്പൂൺ ഉപ്പാണ് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആദ്യം 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് പാവയ്ക്ക് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെയാണ് 2 ടീസ്പൂൺ ഉപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ വേവിച്ചാൽ മതിയാകും. പാവക്ക ആദ്യം തന്നെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി
അധികം വേവാനൊന്നും ബാക്കിയില്ല. എന്നാലും പുളിവെള്ളത്തിൽ കിടന്നിട്ട് കുറച്ചു നേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ പാവക്കയിലേക്കൊക്കെ നന്നായിട്ട് പുളി പിടിച്ചിട്ടുണ്ടാവും, നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്തിട്ട് തണുക്കാനായി മാറ്റി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് അരച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഒരു 3-4 തവണ കൂടുതൽ അരക്കേണ്ടി വരുന്നുള്ളൂ, അപ്പോഴേക്കും എണ്ണ കിരിഞ്ഞു വന്നോളും. വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ കറി വെളുത്തിരിക്കും, അരപ്പ് വെളുത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കറി അതുപോലെ തന്നെ വെളുത്തിരിക്കും. അതുകൊണ്ട് കറിക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. തേങ്ങ അരച്ചത് ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കറിക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് ചാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജാറിലേക്ക്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തത് കറിയിലേക്ക് ചേർക്കാണ്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോഴായിരിക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. എണ്ണ തെളിഞ്ഞു വരുന്നവരെ തിളപ്പിച്ചെടുക്കണം. ഇത്രയായി കഴിഞ്ഞാൽ തന്നെ തീയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാലും കയ്പ് കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞു കിട്ടണമെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും തീയിൽ ഉണ്ടാക്കുമ്പോൾ ശർക്കരയൊന്നും ചേർക്കാറില്ല, പക്ഷെ ചിലത് ശർക്കരയും ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഏത് രീതിയിലായാലും നല്ല തീയിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പൊക്കെ പാകാണെന്ന് നോക്കണം. ശർക്കരയും കൂടെ ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് വറുത്തും കൂടി ഇടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളകൊന്നും കഴിഞ്ഞ പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്തതിന്റെ മണവും രുചിയൊക്കെ കറിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ പാകത്തിലൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറ് കഴിക്കാൻ വേറെ കറീന്റെ ഒന്നും ആവശ്യം വരില്ല. ഇതിപ്പോ പാകത്തിന് എരിവുള്ള ഒരു കറിയാണ്. ഇതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ, എരിവ് മുന്നിലേക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത സമയത്ത് 2 പച്ചമുളക് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാവക്കത്തിയിൽ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പൊ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.